തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ നേരിയ ആശ്വാസം. കാണാതായ 2 ബോട്ടുകളിൽ ഒന്ന് കന്യാകുമാരി ഭാഗത്തുള്ളതായി വിവരം ലഭിച്ചു. വൈകിട്ടോടെ ബോട്ട് തിരികെ എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. 3 ദിവസമായി തുടരുന്ന തെരച്ചിലിനൊടുവിലാണ് രാവിലെ സഹായമാത എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾ കരയിലുള്ളവരെ ഫോണിൽ ബന്ധപ്പെട്ടത്. വിവരങ്ങളുമായി അശ്വിൻ പാലാടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അശ്വിൻ, ആശ്വാസ വാർത്തയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും വരുന്നത്. അവിടെ കന്യാകുമാരി ഭാഗത്ത് ഈ കാണാതായ ഒരു ബോട്ടിലുള്ളവർ എത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ ബന്ധുക്കൾ പറയുന്നത്? വൈകിട്ടോടുകൂടി ഇവർ തിരികെ എത്തും എന്നൊക്കെ നേരത്തെ ഇവർ അറിയിച്ചിരുന്നു. അതിലെന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളുണ്ടോ? കഴിഞ്ഞ 3 ദിവസമായി തെരച്ചിൽ നടക്കുകയായിരുന്നു. അതിനിടെയാണ് ഇന്ന് ഉച്ചയോടുകൂടി വലിയൊരു ആശ്വാസ വാർത്ത വിഴിഞ്ഞം തീരത്തെ തേടി എത്തിയത്. ഈ കാണാതായ ബോട്ടുകളിൽ ഒരെണ്ണമാണ് കണ്ടെത്തിയത്. അത് ഈ കന്യാകുമാരി തീരത്താണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഡീസൽ തീർന്നത് കൊണ്ട് തിരികെ വരാനുള്ള പ്രതിസന്ധിയിലായിരുന്നു. അതിനിടെയാണ് ഫോൺ വഴി ഈ ബോട്ടിലുണ്ടായിരുന്ന ഒരാൾ തീരത്തേക്ക് വിളിക്കുകയും അവിടെ നിന്ന് ഉടൻ തന്നെ കോസ്റ്റൽ ബോട്ടിൽ ഡീസലുമായി അവിടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ 4 പേരെയും കൊണ്ടുള്ള കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് വിഴിഞ്ഞം തീരത്തേക്ക് എത്തുകയാണ്. അതൊരു വലിയ ആശ്വാസ വാർത്തയാണ്. അതേസമയം ഫാത്തിമ മാത എന്ന ബോട്ട്, ആ ബോട്ടുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൽ 4 പേരാണുള്ളത്. ജോണി, ജോസഫ്, മത്യാസ്, മൂപ്പൻ എന്നീ 4 പേരെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ അടക്കം എത്തിയാണ് തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ സഹായവും ഈ തെരച്ചിലിന് വേണ്ടി തേടിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്നലെ ഒരു ബോട്ട് അപകടം ഉണ്ടായിരുന്നു. ആ ബോട്ടിലുണ്ടായിരുന്ന ചെല്ലസ് എന്ന് പറയുന്ന ആളെയും കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചില്ല. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ വിഴിഞ്ഞത്തെത്തി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സാധ്യമായ എല്ലാ വഴിയിലൂടെയും രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ആളുകളെ കടലിലേക്ക് രക്ഷാപ്രവർത്തനം തന്നെ വിടുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പ്രജി.